നമസ്കാരം. എന്റെ വീടിന് ഏകദേശം അടുത്തൊരു ഏതാനും കിലോമീറ്റർ അടുത്താണ് ഇന്നലത്തെ ആ സംഭവം നടക്കുന്നത്. അതായത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കൈ അടിച്ചു പൊട്ടിച്ചു, ചൂരലുകൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളൊരു വാർത്ത, എല്ലൊടിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് അത് പറയണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ, മക്കളുള്ള അല്ലെങ്കിൽ അധ്യാപകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം. കാര്യം നിങ്ങളിൽ തന്നെയുള്ള ചിലരെ നിങ്ങൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പറ്റിയതിന് ശേഷം പറ്റിപ്പോയല്ലോ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒന്ന് പറ്റിയിട്ടുള്ളൂ, ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. നേരത്തെ പല സ്കൂളുകളിലും അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ട് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. വിദ്യാഭ്യാസ മേഖലയിൽ പേഴ്സണാലിറ്റി അനാലിസിസ്, ഇമോഷണൽ മാനേജ്മെന്റ്, ഇതൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അവരെ ഭാവിയിലെ ആൾക്കാരായി ഒരുക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകരിൽ ചിലർ അപകടകാരികളാണ്. പക്ഷെ അവർ അപകടകാരികളാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ നമ്മളും തയ്യാറല്ല, അവരും തയ്യാറല്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഈ സൈക്കോളജി മേഖലയിൽ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബം പിരിഞ്ഞു പോകുന്നതിന്റെ കാരണം, ഡിവോഴ്സ് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയ്ക്കുണ്ട സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നൊരവസ്ഥ, അതായത് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീക്കുള്ള അത്തരത്തിലൊരു അവസ്ഥ. അതെന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു ഉദാഹരണം പറയാം. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം പറയുകയാണെന്നുള്ളത്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏതിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഒരുപാട് വിഷയങ്ങൾ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. 600-ഓളം കേസുകൾ 2013 വരെ ഫാമിലി കൗൺസിലിംഗ് തുടങ്ങിയ ശേഷം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് അറിയാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചൂരലുകൊണ്ട് അടിച്ചത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അപ്പോൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന ഒരു മാനസിക ഒരു പ്രയാസം, അതായത് ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടല്ലോ, OCD എന്ന് പറയുന്നത് പോലെ ഒരുതരം ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ടാണ് അവർ ആ കുടുംബം കലക്കാൻ വേണ്ടി നിൽക്കുന്നത്. ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. യഥാർത്ഥ പ്രശ്നം എന്തെന്ന് അറിയില്ല. നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം. അത് കണ്ടെത്തി അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അതുപോലെ ഈ അധ്യാപകർ എന്തെങ്കിലും പെരുമാറുന്നത്, ഈ OCD-ക്കാർ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചുകൊണ്ടിരിക്കണം, കഴിഞ്ഞാൽ കഴുകിക്കൊണ്ടിരിക്കണം. ഒരു കാലത്ത് അവരുടെ ആ വൃത്തി അങ്ങോട്ട് തീരൂല. പലരും പല രീതിയിലാണ്. ചില പള്ളികളിലൊക്കെ നമ്മൾ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ നമുക്കറിയാം, അങ്ങോട്ട് കൈ കെട്ടിയിട്ട് ഫാത്തിഹ സൂറത്ത് അങ്ങോട്ട് കെട്ടിക്കാൽ മഹദൂബി അങ്ങോട്ട് ശരിയാവൂല. അതങ്ങോട്ട് വഴങ്ങി അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും. ഇമാമ് റുക്കോയിലേക്ക് പോകുമ്പോൾ മൂപ്പര് മഹദൂബി വഴിക്കിട്ടിട്ടുണ്ട്, മൂപ്പര് പിന്നാലെ അങ്ങോട്ട് പോകുന്നു കണ്ടിട്ടുണ്ട് ഞാൻ പലയിടങ്ങളിലും. ഇത് നിസ്കരിക്കുന്നവർക്കറിയാം, ബാക്കിയുള്ളവർ ചില മനസ്സിലാക്കണമെന്നില്ല. OCD എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്താലും ഇങ്ങോട്ട് ശരിയാവൂല, പൂർണ്ണത അങ്ങോട്ട് കിട്ടൂല. അതിനോട്ട് ഇങ്ങനെ പണിയെടുക്കുക. അതിന്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു ഭാഗം തന്നെയാണ് ഒരുതരം സൈക്കോ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ അധ്യാപകരൊക്കെ. ഈ അധ്യാപകൻ ഈ വടി എടുത്ത് അടിച്ച് കുട്ടീൻ്റെ കൈ അടിച്ച് പൊട്ടിച്ചു എന്ന് പറയുന്ന ആ അധ്യാപകൻ ഒരു സൈക്കോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപാട് സൈക്കോകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്കൂളുകളിലും കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നന്നായിട്ട് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അവർ പറയുന്നത് പോലെ നിൽക്കണം. നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിൽ ചില സൈക്കോകൾ ഉണ്ടായിരുന്നു. അതായത് അവർ എഴുതി തരുന്ന ചോദ്യോത്തരങ്ങൾ അറിയാമല്ലോ, നമ്മുടെയൊക്കെ ബാല്യത്തില്, ആ ബാല്യത്തിൽ അവരെഴുതി തരുന്ന ചോദ്യോത്തരങ്ങളിൽ ഉത്തരങ്ങൾ അതേപടി നമ്മൾ കാണാതെ പഠിച്ച് അതേപോലെ എഴുതണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഉത്തരമായാൽ പോരാ. അതായത് നമ്മൾ വായിച്ച് പഠിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ എഴുതി വെച്ച ഉത്തരം ശരിയാണെങ്കിൽ കൂടി അവർ എഴുതി തന്നത് അതേപടി എഴുതിയില്ല എന്ന കാരണത്താൽ ചുമന്ന മഷി കൊണ്ട് വെട്ടി വിട്ടിട്ടുള്ള ഒരുപാട് സൈക്കോകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ചില അധ്യാപകരുണ്ടായിരുന്നു. ഞാൻ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്നിട്ട് മേലിൽ ഇത് ആവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയിട്ടുമുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ ഇടപെട്ടപ്പോഴാണ് അത് കാര്യം മനസ്സിലായിട്ട് എന്നെ ക്ലാസ്സിൽ വീണ്ടും കയറ്റിയത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും, പ്രതികരിക്കേണ്ടി വരും. ആ സാഹചര്യം ഞാനിവിടെ പറയുന്നില്ല. ആ അധ്യാപകന്റെ ബാക്കിയുള്ളവർക്കൊക്കെ അത് അറിയാവുന്നത് കൊണ്ട് ഒരു മാനം കെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരൊരു സൈക്കോ ആണ്, അത് അവർ തിരിച്ചറിയില്ല. ഇവിടെ ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങളായി ആ കുട്ടി അവധിയിലായിരുന്നു. കാരണം പനിയായിട്ട് ലീവിലായിരുന്നു. അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എഴുതാനെടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് എഴുതി തീരണം. കാര്യം ഈ നോട്ട് കുട്ടികൾക്ക് പെരയിൽ കൊടുത്തു വിടില്ലല്ലോ. അവിടെ ഉള്ള സമയത്ത് തന്നെ എഴുതി തീർക്കണം. ഇപ്പോൾ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷേ കുട്ടി എഴുതുന്നുണ്ടാകാം. അതിൻ്റെതായ അർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ സ്ഥാനത്ത് വടി എടുത്തിട്ട് ഒരെണ്ണം അങ്ങോട്ട് പെരുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി ഇന്നത്തെ കാലത്ത് പറ്റില്ല. ഒന്നാമത് ഇപ്പോൾ എൻ്റെ ഭാര്യ ടീച്ചറാണ്, പേടിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തെണ്ടും, കുത്തുപാള എടുത്തു. കാര്യം ഇന്നത്തെ കാലം അതാണ്. ഇപ്പൊ വ്യാജ പോക്സോ കേസുകളുടെ കാലമാണ്. സ്വാഭാവികമായിട്ടും ആ കേസിലെങ്ങനെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ആകെ ചീത്തപ്പേര്, നാണക്കേട്, മാനക്കേട് ഒക്കെ ആവും. ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ
അതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകൻ ഇതിനുള്ളൊരു ബോധമുള്ളവനായിരിക്കണ്ടേ. പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള സൈക്കോകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഒത്തുതീർത്ത് പറഞ്ഞ് മദ്യം വെച്ചൊക്കെ ഇങ്ങനെ അങ്ങ് തീർത്ത് അങ്ങോട്ട് പോകാറുണ്ട്. ചിലപ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളിൽ കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ടല്ലോ, അങ്ങനെ വാങ്ങുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ആ സന്ദർഭങ്ങളിൽ അധ്യാപകരും ബാക്കിയുള്ളവരും ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് പോകും. പക്ഷെ ഇതുപോലെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ കൈയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന രീതിയിലായി കഴിഞ്ഞാലോ മറ്റുള്ളവർ സഹിച്ചോളണമെന്നില്ല, അവരെടുത്തിട്ട് കളയ്ക്കും. ഇവിടെ അധ്യാപകരെ മർദ്ദിച്ചു എന്നോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മദ്രസ അധ്യാപകനെ മർദ്ദിച്ച ഒരു വീഡിയോ വന്നിരുന്നു അല്ലേ. മർദ്ദിച്ച വീഡിയോ, ഒരു മദ്രസ അധ്യാപകനെ മർദ്ദിച്ചു, ഗുരുത്വം അത് ഇത് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറ്റെന്നാണ് അതിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തു വന്നത്. ഈ അധ്യാപകൻ അടിച്ച് പുറംപൊളിച്ചതിന്റെ ആ പാടുകൾ ഇങ്ങനെ കണ്ടു. അമ്മാതിരി അടിയാണ് മുതുകത്തും കയ്യിലും അവിടെ ഇവിടെയൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കുന്നത്. കാരണം അമ്മാതിരി പാടുകളാണ്. അപ്പോൾ മദ്രസ അധ്യാപകൻ എന്നല്ല ആര് തന്നെ ആയാലും കാരണം പുളക്ക രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കോ വേദന അറിയുള്ളൂ. അത് കൊടുത്തത് നന്നായി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഒരു അധ്യാപകരെ മർദ്ദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അധ്യാപകർ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അവർ അധ്യാപകർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ആ സ്ഥാനത്ത് വേണ്ട എന്നതാണ് എൻ്റെ നിലപാട്. ഇവിടെ ഈ അധ്യാപകൻ സൈക്കോ ആണോ എന്നൊന്ന് പരിശോധിക്കണം. ഇതുപോലെ ഒരുപാട് സൈക്കോകൾ പലയിടങ്ങളിലും ഉണ്ട്. വാശി എടുത്തുകൊണ്ട് അവർ പറയുന്ന വഴിക്ക് തന്നെ പോകണമെന്ന് വാശിയെടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ അധ്യാപകരല്ല, അവർ കുട്ടികളെ യഥാർത്ഥ വഴി നടത്തുന്നവരല്ല. വിദ്യാർത്ഥികളെ എന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിക്കുകയല്ല വേണ്ടത്, പഠിക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. അവർക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളും അതുപോലെ ഒരു വഴിയുമുണ്ട്. ആ വഴി തെളിച്ചു കൊടുക്കുക, അവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരിക, അവരെ സഹായിക്കുക, അതാണ് വേണ്ടത്. ആ സ്ഥാനത്ത് ഇവർ വരച്ചു വെക്കുന്ന വരയിലൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ, അവർ പറയുമ്പോൾ ശ്വാസം വിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ പറയുമ്പോൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ക്രൂരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിദ്യാഭ്യാസം എന്നല്ല വിളിക്കുക. അവിടെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പീസ് ഓഫ് പേപ്പർ ഉണ്ടാവാം. പക്ഷെ അത് കഴിയുമ്പോൾ യാതൊരു ഗുണവുമില്ലാത്ത, സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത, സമൂഹം എന്നറിയാത്ത ഒരു വ്യക്തിയായി, ഒന്നിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അങ്ങനെ ഒരാളെ കൊണ്ട് ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന്, ആ വീടിന് എന്താ ഗുണമുള്ളത്? ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇയാൾ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ അടിയന്തരമായി അയാളെ മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനാക്കണം. അധ്യാപകനായിരിക്കരുത്. ഈ ചെറിയ കുട്ടിയെ അവൾ എന്താണ് ചെയ്തതെന്ന് എന്താണെന്ന് നോക്കാതെ ഇമാതിരി കൈ ചൂരലുകൊണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സൈക്കോ ആവാനാണ് എൻ്റെ അഭിപ്രായത്തിൽ 90% ഞാൻ സാധ്യത കാണുന്നത്. എൻ്റെ ഏകദേശം പ്രദേശത്തുള്ള ഒരു സ്കൂൾ തന്നെയാണ്. ഏതാനും കിലോമീറ്ററാണ് വ്യത്യാസം. എൻ്റെ വീഡിയോ അവിടെ ഉള്ളവർക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ വീഡിയോ കാണുന്നവർ ദയവായി ഇതിന്റെ താഴെ ആ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്താന്നുണ്ടെങ്കിൽ അത് ഉപകാരമായി. ആ അധ്യാപകനെ ക്രൂരമായി ശിക്ഷിക്കണമെന്നോ തൂക്കിക്കൊല്ലണമെന്നൊന്നും ഞാൻ പറയില്ല. അയാൾ സൈക്കോ ആണെങ്കിൽ ആ സൈക്കോ ആണ് എന്നത് അയാൾക്കറിയില്ല. അതാണ് അതിന്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. അയാൾക്കറിയില്ല. ആ ജനങ്ങൾക്കറിയാം അയാൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ആ നല്ല കാര്യത്തിന് അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതായിട്ടായിരിക്കും ഇപ്പോഴും ഈ കസ്റ്റഡിയിലുള്ള ഈ സമയത്ത് പോലും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ജാമ്യം കൊടുത്തു വിട്ടിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സൈക്കോകളെ അധ്യാപകരായി വെച്ചുകൊണ്ടിരിക്കരുത്. അവരെ ട്രീറ്റ് ചെയ്യണം. ഈ കുട്ടികളുടെ ജീവനും ജീവിതവും അപകടത്തിലാക്കരുത്. കാരണം ഇവർ പുറത്തൊക്കെ അടിക്കുന്ന ശീലമുണ്ട്. നമ്മുടെ ഈ വഴിക്കൊക്കെയാണ് ഒരു അടി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വാക്കല്ലാതെ തന്നെ കൊണ്ടുകഴിഞ്ഞാൽ കുട്ടികളുടെ ജീവൻ പോകും. അല്ലെങ്കിൽ ഒരു കാലത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. ഇപ്പൊ ഈ മോഹളുടെ കയ്യേ പൊട്ടിയിട്ടുള്ളൂ, അങ്ങനെ പൊട്ടിയിട്ടുള്ളൂ എന്ന് ആശ്വസിക്കാം. അതാണ് ഇപ്പൊ ഞാൻ കരുതുന്നത്. Different angles. Don't forget to subscribe and support this channel.